അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, പാൽക്കപ്പ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 കിലോ കപ്പ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ണത്തിൽ മുറിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ വേവിക്കാൻ വേവിക്കാം. അപ്പം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കും. കുക്കറിലായതുകൊണ്ട് ഇത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പടിച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 കപ്പ് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടിയായിട്ട് ഒരു പ്രാവശ്യം പാലെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. 2 പച്ചമുളക് മുറിച്ചത്, കുറച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ പാലൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറുക്കിയെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കപ്പ പുഴുകുമ്പോൾ ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പം ഇനി ഇതിൽ കുറുകി വന്നതിന് ശേഷം മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് പിന്നെ ഓരോരോ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ അത് ചെയ്യാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് തീ കുറച്ച് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ആയിട്ടുണ്ട്. ഇനി ഇത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൽക്കപ്പ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അധികം കുറിക്കാൽ ഇത് ഉപ്പ് ചെയ്താലും ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നത്. നല്ല കിടിലൻ പാൽക്കപ്പ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.